എല്ലാവർക്കും ചോക്ലേറ്റ് ഇഷ്ടമാണോ? ഞാനിന്ന് ചോക്ലേറ്റ് രാവിലെ 450 കയ്യിൽ വെച്ചതെന്നറിയാമോ? ജസ്റ്റ് ഒരു സന്തോഷത്തിന്. നോക്കി, എൻ്റെ ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. അപ്പം അതിൻ്റെ കൂടെ ഇതിങ്ങനെ പിടിക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ. കൊച്ചു പിള്ളേർക്കുള്ളൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? ഠായി ഠായി മിഠായി. പിന്നെന്താണ് അടുത്ത വരി? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഠായി ഠായി ഠായി. ഏതാ ഠായി? ഠാ ഠാ. എങ്ങനെ മലയാളത്തിൽ ഠായ്? ഇങ്ങനത്തെ ഠായില്ല, ഇങ്ങനെ പൂജ്യം പോലെ ഇരിക്കുന്ന ഠാ കേട്ടോ. ഇപ്പം ആൻറ്റിയുടെ കയ്യിൽ എന്താ പറയുക, ഞാൻ ഈ യൂട്യൂബിനൊക്കെ വേണ്ടി ഇവിടെ കുത്തി വയ്ക്കുന്ന മൈക്കുണ്ട്. ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോഴാകുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പം ഞാനൊന്ന് സാധാരണ ഇയർഫോണൊന്ന് കുത്തി നോക്കട്ടെ. ചിലപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പം കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പം ഞാൻ പാട്ടിൻ്റെ ബാക്കി പാടാം. അപ്പോഴത്തേക്ക് കൊച്ചു പിള്ളേർക്കുള്ള പാട്ടാണ്. എന്താണ്? ഠായി ഠായി മിഠായി. പിന്നെ തിന്നുമ്പോൾ എന്തായി? തിന്നുമ്പോൾ ഇത് തിന്നുമ്പോൾ എന്തായി? അതാണല്ലോ അടുത്ത വരി. അറിയില്ലേ? തിന്നുമ്പോൾ ഞാൻ ഒന്ന് ഇപ്പം മ്യൂട്ടല്ല കേട്ടോ, ഞാൻ ഒന്ന് ആൻറ്റി അത് അങ്ങനെ സ്വകാര്യമായിട്ട് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്താ നെക്സ്റ്റ് എന്ന്? അപ്പം ഈ പാട്ട് കൊച്ചു പിള്ളേർക്ക്, ചിലപ്പോൾ കേരളത്തിൽ ജനിച്ച് വളരുന്ന കുട്ടികൾക്ക് ഠായി ഠായി മിഠായി തിന്നുമ്പോൾ എന്തിഷ്ടായി. തിന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? തിന്നു കഴിഞ്ഞാൽ കഷ്ടായി അല്ലേ? കഷ്ടായി, തീർന്നു പോയി അല്ലേ? അപ്പോൾ അതാണ് പാട്ട്. നമുക്കൊന്നും കൂടി പാടാം. ഞാനിത് മൈക്കല്ല, ഇയർഫോൺ വെച്ചിട്ട്. ആൻറ്റിക്ക് ഈ ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമാണ്. ബ്ലൂ കളറിന് മലയാളത്തിൽ എന്താ പറയുക? ബോംബെക്കാരുണ്ടോ, ഡൽഹിക്കാരുണ്ടോ, അമേരിക്കക്കാരുണ്ടോ ഇതിനകത്ത്? അവരെന്നോട് പറയണം ബ്ലൂ കളർ. കുറച്ചേരം ആലോചിക്കാൻ സമയം. കൊച്ചു കൂട്ടുകാർക്കൊക്കെ ആലോചിക്കാം. അതൊക്കെ മലയാളം പറഞ്ഞാൽ മനസ്സിലാവും അല്ലേ? ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും വീട്ടിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പൊതുവിൽ എല്ലായിടത്തും. ഇപ്പം ബോംബെയിലാണെങ്കിൽ കുട്ടികൾ ഹിന്ദിയിലോ മറാഠിയിലോ ഒക്കെ കൂട്ടുകാരോട് സംസാരിക്കുന്നവരുണ്ട്. മലയാളത്തിൽ അവർ അറിയാവുന്നത് പോലെയൊക്കെ. എനിക്ക് എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, മലയാളികളായിട്ടുള്ള ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. കുട്ടികൾക്ക് ചിലപ്പോൾ എഴുതാൻ അറിയില്ലെങ്കിലും അവർ മാക്സിമം അവർ നന്നായിട്ട് മലയാളം സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഞാൻ മലയാളം കുറച്ച് ആളായിട്ടൊക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് കേട്ടോ. മലയാളം മിഷൻ മുംബൈ ചാപ്റ്ററിൽ മലയാളം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പം എന്താ പറയുക, അപ്പോൾ ഇനി അതവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ നമ്മുടെ കൂട്ടുകാരോട് ആ പാട്ട് ഇഷ്ടപ്പെട്ടോന്ന് ഞാൻ എൻ്റെ ചോദ്യം. ടീച്ചർ ഭയങ്കര ചാറ്റർ ബോക്സാണ്. എന്താ ചാറ്റർ ബോക്സ്? ഭയങ്കര വർത്താനക്കാരിയാണ്. ഈ വർത്താനം പറയുന്ന കുട്ടികളെ ക്ലാസ്സിൽ വന്നിട്ട് സൈലൻസ് അങ്ങനെ പറയാറുണ്ടോ? നിങ്ങളുടെ സ്കൂളിലൊക്കെ അങ്ങനെ പറയാറുണ്ടോ? എൻ്റെ സ്കൂളിലൊക്കെ അങ്ങനെ പറയുമായിരുന്നു, സൈലൻസ്. അപ്പോൾ ഇങ്ങനെ പേര് മിണ്ടുന്നപ്പോഴത്തേക്ക് പേരെഴുതാനായിട്ട് ഒരു ലീഡർ, ഒരു മോണിറ്ററിനെയൊക്കെ വയ്ക്കും. അപ്പം മോണിറ്റർ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടായിരിക്കും കേട്ടോ. അപ്പം മോണിറ്റർ നമുക്ക് ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മളത് അവളെ അങ്ങനെ, അത് നമ്മുടെ ആളല്ലേ. അപ്പം നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പതുക്കെയൊക്കെ വർത്താനം പറയുന്നത് बहुत खुशी होता है हम लोग बात करते हैं तो अच्छा लगता है ना. एस्पेशली गर्ल्स ऑलवेज लव स्पीकिंग ചാപ്റ്റർ ബോക്സ്. ആൻറ്റി മലയാളം എഴുതി പഠിച്ചത്. ആൻറ്റിയുടെ പൊട്ട ഇംഗ്ലീഷ് കേട്ടാലും സാരാക്കട്ട കേട്ടോ. സോ ഐ ലവ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. എനിക്ക് എല്ലാ ലാംഗ്വേജും ഭയങ്കര ഇഷ്ടം. എന്നാലും മലയാളമാണ് എനിക്ക് ഏറ്റവും സുഖം. കാരണം അതെൻ്റെ ഭാഷയല്ലേ. ഞാൻ കേരളത്തിൽ ജനിച്ചു വളർന്ന ആളല്ല. പക്ഷെ ഇപ്പം ഞാൻ ബോംബെയിലാണ് താമസിക്കുന്നത് കേട്ടോ.
എൻ്റെ ദൈവം ഇത്രയും നേരം ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ട് ഇതുവരെ ഞാൻ ഈ സാധനം കണക്ട് ചെയ്തിട്ടില്ല. സോ എനിക്കിതെല്ലാം സംസാരിക്കുമ്പോൾ വെച്ചാൽ ഒരു ഫ്ലോയാണ്, ഒരു ഫ്ലോ, മനസ്സിലായില്ലേ? ആൻറ്റിക്ക് ഇത് കഴിഞ്ഞിട്ടേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അയ്യോ ഒരു മിനിറ്റ്, ഇയർഫോണിൻ്റെ കളർ നല്ലതാണ്, ബ്ലൂ കളറാണ്. അയ്യോ കേട്ടോ നിങ്ങൾ, ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? ഞാനിങ്ങനെ എല്ലാം ധൃതി പിടിച്ചിട്ടാണ് ചെയ്യണേ. എന്താ വെച്ചാലേ എനിക്ക് ഒരു സമയം കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലാണെങ്കിൽ ഈ പാലുകാരൻ, പത്രക്കാരൻ, അവരൊക്കെ വന്ന് ഇങ്ങനെ ബെല്ലടിയായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഓരോ സാധനങ്ങൾ നമ്മൾക്ക് വേണ്ടി തരുന്നതുകൊണ്ടൊക്കെ വന്ന് ബെല്ലടിക്കുന്നത്. അപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡിസ്റ്റർബൻസാണ് വീഡിയോ എടുക്കാനായിട്ടേ. സോ ദാറ്റ് ഈസ് വൈ കുഞ്ഞു കൂട്ടുകാരെ, വലിയ കൂട്ടുകാരെ, ഞാനിങ്ങനെ ധൃതി പിടിച്ചിട്ടൊക്കെ വീഡിയോ എടുക്കുന്നത്. എന്നിട്ട് ചറപ്പറ നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ചറപ്പറ എനിക്ക് രാവിലെ തന്നെ കുട്ടികളോട് സംസാരിക്കാനാണ് ഇന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഞായറാഴ്ച തന്നെ ഒത്തിരി കൂട്ടുകാർക്ക് ഇന്ന് അവധിയായിരിക്കുമല്ലോ അല്ലേ? എല്ലാവർക്കും അവധിയായിരിക്കും അല്ലേ? അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ആനയുടെയൊക്കെ കഥ കേൾക്കുന്നുണ്ട്. ആന ആരെയോ കുത്തി, അവരൊക്കെ വയ്യാണ്ടായി, കുറേ പേര് അങ്ങനെ കുറച്ച് മൃഗങ്ങളൊക്കെ ആക്രമിക്കുന്നതിൻ്റെ കഥയൊക്കെ ടീച്ചർ ഇവിടെ, യു ക്യാൻ കോൾ മീ ടീച്ചർ, ചേച്ചി, ആൻറ്റി, അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം, അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു തന്നെ എന്നാന്ന് വെച്ചാൽ എന്താ പറഞ്ഞു തന്നെ, ഉറക്കം തൂങ്ങിയിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ എപ്പിസോഡ് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്നറിയില്ല, എന്നാലും എനിക്ക് കൊച്ചുകുട്ടികളെ ഏറ്റവും ഇഷ്ടം. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയ സാധനങ്ങൾ കാണിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഡയറി മിൽക്ക് ഇഷ്ടമുള്ള പിള്ളേർ ഡയറി മിൽക്ക് ഇങ്ങനെ എന്ത് ചെയ്യണം, എനിക്ക് ഡയറി മിൽക്കാണ് ഇഷ്ടം എന്ന് എങ്ങനെയെങ്കിലും ടൈപ്പ് ചെയ്യാൻ നോക്കണം കേട്ടോ. ടൈപ്പ് ചെയ്യാൻ കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പം മൊബൈലിലെ ആപ്ലിക്കേഷനിലൊക്കെ ഇങ്ങനെ സ്പീക്കറിൽ എനിക്ക് ഡയറി മിൽക്ക് കഴിക്കാൻ ഇഷ്ടമാണ് അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ തന്നെ മലയാളത്തിൽ അതിങ്ങനെ എഴുതി കാണിക്കും, എനിക്ക് ഡയറി മിൽക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഡയറി മിൽക്കിൻ്റെ എന്തായാലും പറയുക, പെയ്ഡ് പ്രൊമോഷൻ്റെ ആളൊന്നും അല്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഈ മിഠായിയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ കൊച്ചായിരിക്കുമ്പോൾ തൊട്ട് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മിഠായിയാണ് ഈ ഡയറി മിൽക്ക്. ഡയറി മിൽക്ക് പണ്ടും ഇന്നും ആൻറ്റിക്ക് ഈ ഡയറി മിൽക്ക് കഴിച്ചാൽ മാത്രമേ സന്തോഷമാവുള്ളൂ, അങ്ങനെയില്ല നമ്മുടെ. എന്നാലും ഇതെനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, ഞാൻ മേടിച്ചല്ല കേട്ടോ. ഇത് ഇന്നലെ ഒരു കുട്ടി എനിക്ക് തന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ ഇത് നല്ല കളറല്ലേ. ഇനി മിഠായിയുടെ പാട്ടിൻ്റെ കാര്യം പറയട്ടെ. അപ്പം എല്ലാ കുട്ടികളും ഈ കുഞ്ഞു പാട്ട് നമുക്ക് പഠിച്ചു വയ്ക്കാം. ഠായി ഠാ ഠാ. ആൻറ്റി പറഞ്ഞ ഠാ ശരിയല്ലേ? ഠോ ഠാ, ഇങ്ങനെ ഠാ ഇരിക്കുക, ഠാ കേട്ടോ. ആൻറ്റിയുടെ വായ എങ്ങനെ ആയി? ഠാ ഠാ അല്ലേ? ആ ഠായാണ്. ഠായി മിഠായി, എന്താണ് മിഠായി. ഓക്കെ, എന്നിട്ട് എന്താണ് പിന്നെ നമ്മളെന്താ ചെയ്യുക? മിഠായി എടുത്തിട്ട് തിന്നാൻ നോക്കുക അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെ പൊട്ടിക്കുക. അതിൻ്റെ ഠായ് എങ്ങനെയാണ്? എസ് പോലെ ഇട്ടിട്ടെ അതിൻ്റെ താഴെ ഒരു കുനുപ്പും കൂടി ഇട്ട എന്താവെന്നറിയോ? ഇട്ട. അപ്പം ഇഷ്ടായി എന്ന് പറയുമ്പം അതിൽ ഈ ടായുടെ എസ് പോലെ അത്രയുള്ളത് മതിയേ. അത് കഴിഞ്ഞ് അപ്പം ഞാനിങ്ങനെ എയറിൽ എഴുതി കാണിക്കാം കേട്ടോ. മിറർ ഇമേജ് ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. ഞാൻ എനിക്കറിയത്തില്ല വീഡിയോയിൽ ഇന്ന് മിറർ ഇമേജാണോ നേരെയുള്ള ഇമേജാണോ. ഏതായാലും ഞാൻ നിങ്ങളുടെയൊക്കെ ഭയങ്കര ബുദ്ധിയുള്ള കുട്ടികളല്ലേ. അപ്പോൾ ഇത് ഏതാ? എസ് പോലെ അല്ലേ? എല്ലാവർക്കും ABCD നന്നായിട്ട് അറിയാമായിരിക്കും. അപ്പോൾ അതിൽ എസ് എല്ലാവർക്കും അറിയാം അല്ലേ? എസ് പോലെ ഇരിക്കുന്ന മലയാളത്തിലെ അക്ഷരം ഏതാണ്? एस जैसा जो कौन सा लेटर है मलयालम में? टा टा टा, टायर का टा. हिंदी में जो टायर में जो टा आता है वो मलयालम में टा वो एस जैसा दिखते हैं. ओके,
एस। तो ठाई ठाई ഹായ് ഠായി മിഠായി. അപ്പോൾ നോക്കി ആ റൈമിങ് ഉണ്ടോ? ഹായ്. നമ്മൾ മിഠായി കാണുമ്പോൾ നമുക്ക് ആരെങ്കിലും മിഠായി എന്ന് എന്താ തോന്നുക? അപ്പോൾ നമ്മൾ പറയും ഹായ് നല്ല മിഠായി, എന്ത് ഭംഗിയായി കളർ. അപ്പോൾ നമ്മൾ പറയും ഹായ് ഠായി മിഠായി അല്ലേ? ഹായ് ഠായ് ഹായ്. ആ ഹൈ അല്ല ഇത് നമുക്ക് ആ ഹൈ ഏതാണ്? നമ്മളെല്ലാവരും വിളിക്കുക ഹായ് അല്ലേ? അതെങ്ങനെയാണ്? അതിങ്ങനെ ഇങ്ങനെ 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 എഴുതുന്ന ഹൈ. ഞാൻ ബോർഡ് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ബോർഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ബോർഡിൽ എനിക്കിങ്ങനെ എഴുതി കാണിക്കാം, ഭിത്തിയിൽ എവിടെ ബോർഡ് വയ്ക്കുമെന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പം അപ്പോൾ ഠായി ഹായ് ഠായി മിഠായി തിന്നുമ്പോൾ എന്തിഷ്ടായി തിന്നു കഴിഞ്ഞാൽ കഷ്ടായി. എന്താണ് ആ പാട്ട്? എത്ര കുഞ്ഞു കൂട്ടുകാർ ഇപ്പം 2 years 1 year കുഞ്ഞു ആവ 6 months 1 year 2 months അല്ലേ? അങ്ങനെ ഉള്ള കുഞ്ഞുവാവകളിങ്ങനെ ഉണ്ടാവും നമ്മുടെ. അതിൻ്റെ അമ്മമാർ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും അല്ലേ? ഈ ഞാനിതിൽ സംസാരിക്കുന്ന ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. എൻ്റെ ഭാഗ്യം ഉണ്ടെങ്കിൽ അവരെൻ്റെ കേൾക്കുന്നുണ്ടാവും. അപ്പം ഞാനും ഭാഗ്യവതിയാണ് ഇഫ് ദേ ആർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം ആൻറ്റി ചറവറ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണോ? കാര്യം വേഗം വേഗം പറയണ്ടേ, കാരണം നിങ്ങൾക്കും അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണ്ടേ. ഞാൻ പറയുന്നത് ഈ കഥ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കാ നേരം? ആർക്കാ ഈ കഥയൊക്കെ കേൾക്കാൻ ആർക്കാ നേരല്ലേ? പക്ഷേ നമ്മൾ കഥ കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഈ മിഠായി വെച്ചിട്ട് നിങ്ങൾക്ക് കഥ ഉണ്ടാക്കാൻ പറ്റുമോ? കഥ ഇന്നൊരു മിഠായിയെക്കുറിച്ച് നിങ്ങൾക്ക് കഥ എഴുതാൻ പറ്റുമോ? ഓക്കെ, ഞാൻ ചില ക്ലൂ ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. മിഠായി ഞാൻ 2-3 ഓപ്ഷൻ തരാം. മീൻസ് ബ്രാക്കറ്റിൽ ആ വേർഡ്സ് എല്ലാം കൊണ്ട് ഒരു കഥ ഉണ്ടാക്കാൻ അങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കഥ പറയാൻ നോക്കണം. അപ്പോൾ മിഠായി എന്താണ്? മിഠായി, അപ്പൂപ്പൻ, കുട്ടി തന്നു. ഇപ്പോൾ ഞാൻ ഒരു കഥയിലെ ഒരു വരിയുടെ മാക്സിമം ഞാൻ തന്നു കേട്ടോ. അപ്പോൾ അത് കൂട്ടി യോജിപ്പിക്കാനായിട്ട് അമ്മമാരും കൂടി ഒന്ന് സഹായിക്കണം. അപ്പോൾ എന്തെല്ലാം ഞാൻ ആദ്യം നമ്മുടെ മെമ്മറിക്ക് എന്താ മലയാളത്തിൽ പറയുന്നതെന്നറിയോ? ഓർമ്മ. മെമ്മറി ഈസ് കോൾഡ് ഓർമ്മ ഇൻ മലയാളം. ഓക്കെ, മെമ്മറി ഈസ് കോൾഡ് ഓർമ്മ. ഓർമ്മ. ഓക്കെ, നമ്മൾ മെമ്മറി ഗെയിമായിട്ട് നിങ്ങൾ ആലോചിക്കും. ഞാൻ എന്തെല്ലാം പറഞ്ഞത്? മിഠായി, അപ്പൂപ്പൻ, കുട്ടി, തന്നു. സോ ദീസ് ആർ 4 വേർഡ്സ് അല്ലേ? മിഠായി മീൻസ് ടോഫി. ഓക്കെ, മിഠായി മീൻസ് ടോഫി. അപ്പൂപ്പൻ മലയാളം में അപ്പൂപ്പൻ बोला तो grandpa. ഓക്കെ, grandpa. ദെൻ മിഠായി, അപ്പൂപ്പൻ. ടീച്ചറിന് എന്നെ ഓർമ്മയില്ലേന്നാണോ അല്ലെങ്കിൽ ആൻറ്റിക്ക് എന്നെ ഓർമ്മയില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്ക് ഓർമ്മയുണ്ട്. മിഠായി, അപ്പൂപ്പൻ, പിന്നെ എന്തായിരുന്നു? കുട്ടി അല്ലേ? കുട്ടി മീൻസ് എന്താണ് കുട്ടി? കൊച്ചിനെയാണ് എന്താ പറയുക? കുട്ടി അല്ലേ? ചൈൽഡ് ഈസ് കോൾഡ് കുട്ടി. പിന്നെ തന്നു എന്നൊരു വേർഡ് പറഞ്ഞു. എന്താ പറഞ്ഞ്? തന്നു. എന്താണ് തന്നു? വാട്ട് ഈസ് തന്നു? തന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഗിവിങ്. ഷീ ഹാസ് ഗിവൺ മീ टॉफ़ी अल्ले वो लड़की ने मुझे टॉफ़ी दे दिया. तो അതുപോലെ തന്നെ ഗ്രാൻഡ്പാ ഹാസ് ഗിവൺ മീ ടോഫി അല്ലേ? എൻ്റെ ഇംഗ്ലീഷ് ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നിങ്ങൾ ഈ മലയാളം ആൻറ്റിയുടെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. കാരണം
ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്, പക്ഷേ ഐ ലവ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് നല്ല ഭംഗിയായിട്ടൊക്കെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ എന്തായാലും ഇംഗ്ലീഷ് ഞാൻ ഇടയ്ക്കൊക്കെ സംസാരിക്കും. എനിക്കിഷ്ടമാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ. പക്ഷെ മലയാളം എൻ്റെ മാതൃഭാഷ ആയതുകൊണ്ട് പറയാനായിട്ട് നമുക്ക് എളുപ്പമല്ലേ. നമ്മുടെ അമ്മയിൽ നിന്ന് നമ്മൾ എഴുതി പഠിക്കാതെ പഠിച്ച ഭാഷയാണ്. എന്താ പഠിച്ചത്? മലയാളം അല്ലേ, മലയാളം. അപ്പം മീൻസ് നമ്മൾ കേരളത്തിൽ ജനിച്ച മലയാളികളെല്ലാവരുടെയും സംസാര ഭാഷ എന്താണ്? മാതൃഭാഷ മലയാളം അല്ലേ. അടുത്ത മാസം ഒരു ചെറിയ ചോദ്യം, നിങ്ങളിത് കമൻ്റായിട്ട് എഴുതിയാലും നന്നായിരിക്കും. ഏത് കൂട്ടുകാർക്കാണ്? ചിലപ്പോൾ വലിയവർക്ക് എല്ലാവർക്കും അറിയാം ഏപ്രിൽ എന്തോ ഒരു വിശേഷം വരുന്നുണ്ടെന്ന്. ആ മാസത്തിന് മലയാളത്തിൽ പറയുന്നതാണ് മേടമാസം. മേടമാസത്തിൽ നമ്മൾ കണിക്കൊന്നയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു നല്ലൊരു ഉത്സവമുണ്ടല്ലേ, ശ്രീകൃഷ്ണൻ. എൻ്റെ കയ്യിൽ ശ്രീകൃഷ്ണൻ്റെ മൂർത്തി ഉണ്ട്, കാണിച്ചു തരട്ടെ. മൂർത്തി എന്ന് വെച്ചാൽ ഹിന്ദിയിൽ മൂർത്തി എന്ന് പറയും, നമ്മുടെ ഒരു കുഞ്ഞു വിഗ്രഹം. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? എല്ലാവർക്കും ഉണ്ണിക്കണ്ണൻ്റെ കഥയൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ. ഞാനിതുപോലെ ചറപറ എന്നിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ബോറടിപ്പിച്ചില്ലല്ലോ അല്ലേ? ഞാൻ ബോറടിപ്പിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഇനി എന്താ പറയുക, ഏപ്രിൽ 14 എന്താണ് വിശേഷം? അതായത് വാട്ട് ഈസ് ഇൻ ഏപ്രിൽ 14? കണിക്കൊന്നയെല്ലാം വെച്ചിട്ട് അല്ല, വളരെ സിമ്പിൾ ആൻസർ അല്ലേ. ആ ഉത്സവത്തിൻ്റെ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യാമോ? പ്രത്യേകിച്ച് ഔട്ട്സൈഡ് കേരള താമസിക്കുന്ന കൊച്ചു കൂട്ടുകാർ അതിൻ്റെ ഉത്തരം മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ. താങ്ക് യു. അപ്പോൾ ഇങ്ങനെ കമൻ്റൊക്കെ എൻ്റെ വീഡിയോയുടെ താഴെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്ന കാര്യം അല്ലേ, നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം ആരെങ്കിലും തന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ. അതുപോലെ ആൻറ്റിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം നിങ്ങൾക്കും ചെയ്തുകൂടെ? അപ്പോൾ നിങ്ങൾ ആൻസറൊക്കെ താഴെ കമൻ്റായിട്ട് ചെയ്താൽ ആൻറ്റിക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം, എൻ്റെ ഒരു റിക്വസ്റ്റാണ്. എന്നെ ഒത്തിരി പേർക്കൊക്കെ ഷെയർ ചെയ്തു പോയാൽ എനിക്ക് കുറച്ച് വ്യൂസൊക്കെ കിട്ടും. അപ്പോൾ ആൻറ്റിക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടില്ലേ. യൂട്യൂബുകാർ പൈസ തന്നാൽ നല്ലതല്ലേ. അപ്പോൾ എല്ലാവർക്കും ഞാനിങ്ങനെ ഭയങ്കര ഓപ്പണായിട്ടൊക്കെ സംസാരിക്കും. ഡോണ്ട് ഫീൽ ബാഡ്, ഓക്കെ? ഇഫ് യു ഡോണ്ട് ഫീൽ ബാഡ്, ഐ നോ. സോ യു ആർ ഓൾ മൈ ഫ്രണ്ട്സ്. ഈവൻ എന്തെല്ലാം ഏജ് ആണെങ്കിലും എൻ്റെ ഈവൻ റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും എല്ലാവരും എൻ്റെ ഫ്രണ്ട്സായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. എനിക്കിങ്ങനെ നിങ്ങൾ ക്യൂട്ട് തിങ്സൊക്കെ കാണിച്ചു തരാൻ ഇഷ്ടമാണ്. എൻ്റെ കയ്യിലുള്ള ക്യൂട്ട് തിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് എൻ്റെ ശ്രീകൃഷ്ണൻകുട്ടി. ഒരു പാട്ടും കൂടെ പാടിത്തരാം. കണ്ണ കണ്ണ എന്താ അമ്മേ, കണ്ണ കണ്ണ എന്താ അമ്മേ, വെണ്ണ കട്ടോ നീ, എന്താ വെണ്ണ കട്ടോ നീ, ഇല്ല അമ്മേ ഇല്ല, വാ തുറക്കോ, ആഹാഹാ. അപ്പം ഏത് ഇംഗ്ലീഷ് പാട്ടിൻ്റെ മലയാളം ആക്കിയതാണ് ഇത് അല്ലേ? ഇംഗ്ലീഷ് പാട്ടിൽ ഏതാണ്? ജോണി ജോണി യെസ് പാപ്പ, ഈറ്റിംഗ് ഷുഗർ നോ പാപ്പ, ടെല്ലിംഗ് ലൈ നോ പാപ്പ, ഓപ്പൺ യുവർ മൗത്ത്, ആഹാഹാ അല്ലേ? അതിന് പകരമാണ് ആൻറ്റി ഈ ഒരു പാട്ട് ഇങ്ങനെ കണ്ണൻ്റെ പാട്ട് പാടിത്തന്നത് കേട്ടോ. ഈ കണ്ണൻ്റെ പാട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊക്കെ പാടണം കേട്ടോ. കണ്ണ കണ്ണ എന്താ അമ്മേ, വെണ്ണ കട്ടോ നീ, വെണ്ണ കട്ടോ നീ, ഇല്ല അമ്മേ, വാ തുറക്കൂ, എന്താ വാ തുറന്നപ്പോൾ എന്താ കണ്ടേ? കണ്ണൻ്റെ വായിൽ വെണ്ണയല്ലേ. അപ്പം ഇംഗ്ലീഷ് പാട്ടിലെ ജോണി ജോണി
പഞ്ചസാരയാണ് വായിലിട്ടിരിക്കുക. ജോണി ജോണി എസ് പപ്പ അല്ലേ, നമുക്ക് അതിനെ ഒന്ന് മലയാളത്തിലാക്കി നോക്കിയാലോ. ജോണി ജോണി എന്താ അച്ഛാ, ജോണി ജോണി എന്താ അച്ഛാ, വാ തുറക്കൂ, വാ തുറക്കൂ. ഓക്കെ, അപ്പോൾ ജോണി പറയാം, ആ വാ തുറക്കാം, വാ തുറക്കാമെന്ന് പറയാൻ പോലും പറ്റുന്നില്ല. എന്ന് വെച്ചാൽ വായിൽ മുഴുവൻ എന്താണ്, പഞ്ചസാരയാണല്ലേ. അപ്പോൾ അപ്പോൾ ഓപ്പൺ യുവർ മൗത്ത്, വാ തുറക്കൂ. അപ്പോൾ അവൻ വാ തുറന്നു അല്ലേ. വാ തുറന്നു കഴിയുമ്പോൾ നിറച്ച് പഞ്ചസാര. അന്നേരം അച്ഛനും മോനും കൂടി എന്താ ചെയ്യുക, ചിരിക്കും അല്ലേ, ആ കുഞ്ഞ് കള്ളത്തരത്തിന് അല്ലേ. പഞ്ചസാര വാരി തിന്നൊക്കെ വളരെ നമുക്ക് ക്ഷമിക്കാവുന്ന ഒരു എന്താണ്, ഒരു കുട്ടിത്തം അല്ലേ, ഒരു കുട്ടിത്തം അല്ലേ. അപ്പോൾ ഇവൻ്റെന്ന് കണ്ണനെ നമ്മളങ്ങനെ പറയുമ്പോഴല്ല, ദൈവമാണല്ലോ. പക്ഷേ എന്നെ സംബന്ധിച്ച് കണ്ണൻ എൻ്റെ ഫ്രണ്ടാണേ. ഏടാ കണ്ണാപ്പി. അപ്പോൾ ഈ കണ്ണൻ്റെ ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായ ഈ പാട്ട് പാടണം കേട്ടോ. വീട്ടിലൊക്കെ ഇങ്ങനെ പാടി അപ്പൂപ്പനെ അമ്മൂമ്മനെ എല്ലാവരെയും പാടി കേൾപ്പിക്കണം കേട്ടോ. എന്നിട്ട് വീഡിയോ ഒക്കെ ഇടണം. ഏതാ കണ്ണ 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 കണ്ണ. ബാക്കിയെല്ലാം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ ബൈ, സി യു. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ക്യൂട്ട് തിങ്സിനെയൊക്കെ ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കയ്യിൽ ഐ ഹാവ് സോ മെനി ക്യൂട്ട് തിങ്സ്. എന്നാലും ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നിങ്ങളുടെ സമയം മെനക്കെടുത്തുണ്ടാകുന്ന വിചാരിച്ചിട്ടാണ്. എനിക്ക് എല്ലാ കുട്ടികൾക്കും വാട്ടർ ബോട്ടിലൊക്കെ ഇഷ്ടമല്ലേ. ഇത് ഞാനിവിടെ മേടിച്ചൊരു വാട്ടർ ബോട്ടിൽ, നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല കളർ ഓറഞ്ച്, പിന്നെ ഇങ്ങനെ ബ്ലൂ കളർ. ആൻറ്റിക്ക് ഭയങ്കര ഇഷ്ടം ബ്ലൂ കളറിന് എന്താ മലയാളത്തിൽ പറയുക, നിറം. ഈ ബോട്ടിലല്ലേ നല്ല ഭംഗിയില്ലേ. എനിക്കിതിൽ വെള്ളം ഇരിക്കുന്ന കണ്ടാൽ തന്നെ വെള്ളം കുടിക്കാൻ തോന്നും. അപ്പം നമ്മൾ വെള്ളം എല്ലാ ദിവസവും കുടിക്കണം അല്ലേ, വെള്ളം. നമുക്ക് വെള്ളമൊക്കെ കിട്ടുന്ന എന്തൊരു ഭാഗ്യമാണ് അല്ലേ. നമുക്ക് ജീവിക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സംഭവം എന്താണ്, വായു, വെള്ളം അല്ലേ. വായു, ജലം, പിന്നെന്തുവാ, ഞാനും മറന്നുപോയല്ലോ, പാർപ്പിടമായിരിക്കും അല്ലേ. എന്തെങ്കിലും ആവട്ടെ. ഏതായാലും വായുവും ജലവും, അതെന്താണ് നെറ്റ് പെട്ടെന്ന് ഓർമ്മയില്ല, എന്താ ഉറക്കം തൂങ്ങിയിരിക്കുന്നുണ്ടാണ്. അപ്പോൾ നമ്മുടെ എസെൻഷ്യൽ തിങ്ങിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് ഈ വെള്ളം. എനിക്കാണെങ്കിൽ മഴ ഭയങ്കര ഇഷ്ടമാണല്ലോ. മഴ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ജീവിച്ചു പോകും. എൻ്റെ പേരെന്താണ്, ഡോട്ടർ ഓഫ് റെയിൻ, നിഷ മധുശ്രീ. അപ്പോൾ നിങ്ങൾക്ക് മഴ ആൻറ്റീന്ന് വേണമെങ്കിൽ എന്നെ വിളിക്കാം കേട്ടോ. എന്താ മഴ ആൻറ്റി, മഴ ചേച്ചി, അങ്ങനെയൊക്കെ എന്നെ വിളിക്കാം. അതൊക്കെ ഇഷ്ടമാണ്. ഓക്കെ, മഴക്കുട്ടീന്ന് വിളിച്ചോട്ടോ. ഞാൻ മഴക്കുട്ടി എന്നിട്ടൊരു കവിത തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ആ കവിത നിങ്ങളെല്ലാവരും കേൾപ്പിക്കാം. അപ്പം ഇത് കാണുന്ന ഓരോ ഗേൾ ചൈൽഡിനും പിന്നെ അവർക്കെല്ലാവർക്കും വനിതാ ദിന ആശംസകൾ. എന്താണ് വനിതാ ദിനം മീൻസ് അല്ലേ, വിമൻസ് ഡേ, വനിതാ ദിന ആശംസകൾ. ഓക്കെ, അപ്പോൾ കൊച്ചു കൂട്ടുകാരൊക്കെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഇപ്പോൾ 8-ാം തീയതി കഴിഞ്ഞു അല്ലേ, എന്നാലും പോയിട്ട് പറയണം. എല്ലാ ദിവസവും നമ്മുടെ ദിനം തന്നെയല്ലേ. ഒരു ദിവസം കലണ്ടറിൽ അങ്ങനെ വെച്ചു, ഹാപ്പി ബർത്ത്ഡേ പോലെ ഒരു ദിവസം ഇങ്ങനെ ആഘോഷിക്കാനായിട്ട്. ആൻറ്റിയുടെ ഈ ബിൽഡിങ്ങിലും ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസൊക്കെ ചെയ്തു. എൻ്റെ തലമുടി ഇന്നലെ കുറച്ചിട്ട് കളറൊക്കെ, എൻ്റെ തലമുടിയിൽ കളറൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടമായോ? ഇതിൻ്റെ സീക്രട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഐ ലൈക്ക് ദിസ് കളർ. എൻ്റെ തലമുടിയിൽ കണ്ടപ്പോൾ എല്ലാവരുടെ തലമുടി കറുത്തിരിക്കുമ്പോൾ എൻ്റെ തലമുടി കുറച്ച് നീല കളറിലിരിക്കുന്നുണ്ട്, നീല കളർ. ഇഷ്ടമായോ ഇതൊക്കെ? അപ്പോൾ എല്ലാവർക്കും ബൈ, സി യു. വേറെ ദിവസം ഇതിനേക്കാളും ഒത്തിരി ക്യൂട്ട് തിങ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കയ്യിൽ കുറേ ക്യൂട്ട് തിങ്സ് കണ്ടോ, കൊച്ചു പിള്ളേർക്കൊക്കെ ഇഷ്ടം, വലിയവർക്കും ഇഷ്ടമാവും. അപ്പോൾ ബൈ, സി യു, ഹാവ് എ നൈസ് ഡേ.